അപ്പോൾ അതാ രാവിലെ തന്നെ കട്ടൻ ചായയും പുട്ടും പിന്നെ പത്തിരിക്ക് ഇന്നലെ ഉണ്ടാക്കിയ മുട്ടക്കറിയാണ് കേട്ടോ. ഞാനും കാക്കയും കാഞ്ഞിരത്തേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ നടക്കാൻ പോയിരുന്നൊരു വഴിയാണ് കേട്ടോ അത്. അപ്പം ഞങ്ങൾ നടക്കാൻ പോയിട്ട് ഒരുപാട് ദിവസങ്ങളല്ല മാസമായി കേട്ടോ. മാസങ്ങളായി എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾക്ക് 1-2 സാധനങ്ങൾ വാങ്ങിക്കാണ്ട് കേട്ടോ. ഒരു ചൂല് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് പിന്നെ എനിക്കൊരു ചുരിദാർ എടുക്കാണ്ട് കേട്ടോ. കാക്ക എനിക്കൊരു ഡ്രസ്സ് എടുത്ത് തരാം, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ എനിക്ക് ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യമായിട്ടാണ് ബർത്ത്ഡേക്ക് ഡ്രസ്സൊക്കെ സമ്മാനമായിട്ട് കിട്ടുന്നത് കേട്ടോ. പിന്നെ എൻ്റെ മോൾ എനിക്കൊരു മാക്സി എടുത്ത് തന്നതായിട്ട് ഓർമ്മയുണ്ട്, അല്ലാതെ എനിക്ക് കിട്ടിയതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. നമുക്ക് ഉണ്ടാവുന്ന ചില ആഗ്രഹങ്ങളൊക്കെ ജെന്യൂനാണെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നടത്തിത്തരും പടച്ചോനെ എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഈ ഒരു ദിവസം. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അധികം വിരുന്ന് വന്നിരുന്നൊരു സ്ഥലമാണ് കേട്ടോ കല്ലാങ്കുഴി. എൻ്റെ ഒരു അമ്മായിനെ അങ്ങോട്ടാണ് കല്യാണം കഴിച്ച് വിട്ടത്, എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ കേട്ടോ. അപ്പോൾ പുഴയുടെ അടുത്താണ് ഓലെ വീട്. അത് കാരണം തന്നെ ഞാൻ പുഴ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ മിക്ക സ്കൂൾ ലീവും അങ്ങനെ ഓരോ ലീവും കാര്യങ്ങളും സ്കൂൾ ചേർത്തുന്നതിൻ്റെ മുമ്പേ ഒക്കെ ആയിട്ട് ഞാൻ വിരുന്ന് വന്ന് നിന്നിരുന്ന ഒരു വീടാണ് കേട്ടോ. അവിടുന്ന് ഞങ്ങൾ പുഴയ്ക്ക് പോകും. അങ്ങനെ ഒരുപാട് ഓർമ്മകളാണ് കേട്ടോ എനിക്കിവിടെ. കുറേ നാളുകളായി, കുറേ വർഷങ്ങളായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. ഓരോ സാഹചര്യം കൊണ്ട് നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത ഓരോ സാഹചര്യം കൊണ്ടൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിരുന്നില്ല കേട്ടോ. പക്ഷെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെങ്കിലും ഇങ്ങോട്ടൊന്ന് വരണം എന്നൊരാഗ്രഹം. ഇവിടെ ആ പുഴയ്ക്ക് ഞാൻ കളിച്ച് ആ പുഴയ്ക്ക് ഒരു പാലം വന്നിക്കണു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം എനിക്കതൊക്കെ കാണണമെന്ന് വല്ലാത്തൊരാഗ്രഹമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും എനിക്കൊന്ന് അവിടെ പോകണമെന്ന് ഞാനെന്നും ആഗ്രഹിച്ചിരുന്നു കേട്ടോ, ഒരു സാഹചര്യം കിട്ടുന്ന സമയത്ത്. അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു മാഷാ അല്ലാ. എനിക്ക് വേറൊരു അമ്മായിയും കൂടെ ഉണ്ട് കേട്ടോ. ആ അമ്മായി, 2 അമ്മായികളുണ്ട്. ഒരമ്മായി മൈലാമ്പാടാണ് കേട്ടോ. അവിടേക്കും തന്നെ ഞാനൊരു എൻ്റെ കുട്ടിക്കാലത്ത് എപ്പോഴും പോയിരുന്നു. അവിടെയും തന്നെ എനിക്കൊരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ. 2 കുളമുണ്ട് അവിടെ, വലിയ കുളം, അതുപോലെ തോടുണ്ട്. അങ്ങനത്തെയൊക്കെ ഒരുപാട് ഓർമ്മകൾ എനിക്കും അവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അവരെയൊക്കെ വീട്ടിലേക്കൊക്കെ എപ്പോഴും വിരുന്ന് പോയിരുന്നു. ഇവിടെ ഈ ഒരു പുഴ ഞങ്ങൾക്ക് കാക്കക്ക് കാണിച്ചു കൊടുക്കിയിരുന്നു കേട്ടോ. കാക്ക ഇവിടെയാണ് ഞങ്ങൾ കുളിച്ചിരുന്നത്, അവിടെയാണ് ഞങ്ങൾ കളിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു പുഴയ്ക്ക് പാലം വന്നിക്കണു എന്നൊക്കെ എൻ്റെ അമ്മായിൻ്റെ കുട്ടികൾ തന്നെ അന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ അന്നൊന്നും ഇങ്ങോട്ട് വന്നിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ വരാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ലേനും. അത് കാരണം നമ്മൾ ഈ പാലൊന്നും കണ്ടിരുന്നില്ല കേട്ടോ. ഈ ഒരു പള്ളിയൊക്കെ അന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കുട്ടിക്കാലത്ത്. പക്ഷെ അത് ഇവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മാഷാ കാക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാക്ക എന്തെങ്കിലും എനിക്ക് കല്ലാങ്കുഴി ഇവിടെ അടുത്താണല്ലോ, അവിടേക്ക് ഒന്ന് കൊണ്ടുപോയിട്ട് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാക്ക ആന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുത്ത വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ